ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ മഹാഗണിയുടെ ആ ഒരു പുറത്തത്തെ ഭാഗം കൊണ്ട് ഒരു കിടിലൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിലിതാ നമ്മളതിൻ്റെ പീൽ ചെയ്തെടുക്കുമ്പോൾ ഒരു കിടിലൻ ഐറ്റം ഇതാ ഇതുപോലെ കിട്ടും. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐറ്റം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് എനിക്ക് തോന്നിയൊരു കിടിലൻ വർക്കാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് തന്നെ കംപ്ലീറ്റ് ഒന്ന് ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു തോട്, അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായ ആ ഒരു തോട് കളഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ പിന്നെയും കുഞ്ഞു കുഞ്ഞു ലെയറായിട്ട് ഒരു ഐറ്റം ഉണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മളന്ന് ഈ ഒരു പരുന്തിൻ്റെ പോലത്തെ ഒരു സംഭവം ചെയ്തിട്ട് അത് വെച്ച് ചെയ്തതാണ്. അതിന് ശേഷം വന്നിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു തണ്ടുണ്ടല്ലോ ഇപ്പോൾ പിടിച്ചിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്, അത് വിറകായിട്ടും യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് ചുരുക്കി പറഞ്ഞാൽ എല്ലാ ഭാഗവും നമ്മൾ ഈ ഒരു കായിൻ്റെ യൂസ് ചെയ്തു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ആ ഒരു ഉള്ളിലത്തെ ആ ഒരു കായ ഭാഗം വരുന്നതും നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ എല്ലാ കാലവും സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്ന് ചോദിക്കുന്നവരോട് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും ഡ്രൈ ആയിട്ടുണ്ട്, അതിൽ ഫംഗസോ കാര്യങ്ങളോ പൂപ്പോലൊന്നും വരാൻ ഒരു ചാൻസും ഇല്ല. കാരണം അത്രയും നന്നായിട്ട് ഇത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു പിടി നമ്മൾ വെച്ചിട്ടുണ്ടായത്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നീറ്റായിട്ട് നമുക്കൊന്നത് പൊട്ടിച്ച് കളയാം. നല്ലോണം ഉണങ്ങിയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഒടിക്കുമ്പോൾ തന്നെ പൊട്ടിയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നമുക്കൊന്ന് ഒടിച്ചെടുത്തിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. പെയിൻറ്റ് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാം നമ്മളൊന്ന് ഒടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ. ഇനി നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഒരു ടീയൊക്കെ നമ്മൾ ചൂടായിട്ടുള്ള പാത്രങ്ങളൊന്നും ടേബിളിൽ വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ മാറ്റ് ഉണ്ടല്ലോ, അത് കിട്ടിയിട്ടുണ്ട്. അത് എനിക്ക് നമ്മളെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവിടുന്ന് ഞാൻ അച്ചച്ചനോട് ചോദിച്ചിട്ട് എടുത്തിട്ട് വന്നതാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ഡിസൈനും ആ ഒരു പാറ്റേണൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ എടുത്തിട്ട് വന്നതായിരുന്നു. അതിപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്, ചെറിയൊരു ഐഡിയ ഉണ്ടാവുമല്ലേ. അപ്പോൾ ഈ ഒരു ഡിസൈനും ഈ ഒരു പാറ്റേണും കളർ കോമ്പിനേഷൻസൊക്കെ ഇഷ്ടപ്പെട്ടോ, ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. കാരണം ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഈ ഒരു വർക്കാണിത്. കാരണം നമുക്ക് ഒരുപാട് മെനക്കെട്ട പരിപാടി ഉണ്ടായെന്ന് വെച്ചാൽ അത്ര വലിയ മെനക്കെടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ നല്ല ക്രിയേറ്റീവായിട്ടുള്ള കിടിലനായിട്ടുള്ളൊരു ഐറ്റം നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടേബിൾ മാറ്റിനെയും കൂടി നല്ല രീതിയിൽ പെയിൻ്റ് അടിച്ച് നമ്മളൊന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചു. കോമ്പിനേഷൻ കളേഴ്സാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ എന്താ ഒരു അൽക്കുലത്ത് സാധനം വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ വൂളൻ ത്രെഡ് ഇതുപോലൊന്ന് ചുറ്റി എടുക്കുന്നുണ്ട്. കുറച്ചധികം നമുക്ക് ഈ ഒരു ഇതുണ്ടല്ലോ, ചെണ്ട് പോലത്തെ ഐറ്റം, അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നതിനും ഒരേ അളവും ഒരേ സൈസും ഒരേ ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ളൊരു സംഭവം വെച്ചിട്ട് നമ്മളൊന്ന് അളവെടുത്തിട്ട് ചുറ്റിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചധികം ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാറ്റിനും ഒരേ ഷേപ്പ് തന്നെ കിട്ടും. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഐറ്റം വെച്ചിട്ട് ചുറ്റിയെടുത്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ബേസ് വെച്ചിട്ട് വേണം ചുറ്റിയെടുക്കാൻ. ATM കാർഡോ അതുപോലെ തന്നെ എന്തെങ്കിലും അതുപോലത്തെ ഒരു ഐറ്റം വെച്ചിട്ട് ചുറ്റിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ അറ്റത്തും കൂടി ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്തതൊന്ന് സെക്യൂർ ചെയ്യുന്നുണ്ട്. പിന്നെ താഴ്വശം ഇതുപോലെ കുനുകുന കട്ട് ചെയ്തിട്ട് ഒന്ന് നീറ്റാക്കി എടുക്കുന്നുണ്ട്. അത്രയും നല്ല ബൾക്കായിട്ടിരിക്കുന്ന രീതിയിലുള്ള ചെണ്ടൊന്നല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ച് നീറ്റായിട്ടുള്ള ലുക്ക് കിട്ടുന്ന രീതിയിൽ, എന്നാൽ ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ചെണ്ടാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇത്രയും കുറച്ച് ഇത് മാത്രം ആയതുകൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മൾ കുറച്ചധികം ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുമിച്ച് പിടിക്കുമ്പോൾ നല്ല സുഖമുണ്ട്. അതുപോലെ തന്നെ നല്ല നീറ്റായിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് ചേർത്ത് വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് നീറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത്രയും അധികമാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ഫസ്റ്റ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായ ഒരു ഗ്രീൻ കളറായിട്ടുണ്ടല്ലോ മഹാഗണീൻ്റെ കായ, അതിൻ്റെ എല്ലാ അറ്റത്തും ഇതുപോലെ നമുക്കതൊന്ന് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം തന്നെ നല്ല ഭംഗിയില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാം നമുക്കൊന്ന് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എനിക്ക് എന്താണോ ഇഷ്ടമല്ലാത്തത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവല്ലേ, ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിനെ നമ്മൾ തന്നെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആര് സ്നേഹിക്കാനാ അല്ലേ. അപ്പോൾ ആ ഒരു തോട്ടാണ് എനിക്ക്. അപ്പോൾ ഞാൻ ചെയ്യുന്നതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ക്രിയേറ്റീവായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കാറുണ്ടോ? ഇതുപോലുള്ള ക്രിയേറ്റീവായിട്ടുള്ള വർക്കൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഞാൻ പറയുന്ന രീതിയിലുള്ള ഫീലിങ്സ് ഒക്കെ തോന്നാറുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. പിന്നെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യം എന്നല്ല, നമുക്ക് ഇഷ്ടമുള്ള കാര്യം എന്തും ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമെന്നല്ലേ. അപ്പോൾ ഇഷ്ടമുള്ള കാര്യം ഇഷ്ടത്തോടെ ചെയ്യുന്നതിൽ അപ്പുറം വേറെ സന്തോഷമൊന്നും ഇല്ല അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം ഒട്ടിച്ചൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് നൂലും കൂടി നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ
നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുഞ്ഞു കുഞ്ഞു കാർഡ്ബോർഡ് ഇതുപോലെ നമ്മളൊന്ന് കുനുകുനാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം നമ്മൾ നേരത്തെ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഗ്രീൻ കളർ മഹാഗണീൻ്റെ കായക്ക് കുറച്ചും കൂടി നമ്മൾ ഡാമേജ് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്ക് അതിൻ്റെ ലോക്കൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ എന്താ ഇതുപോലെ നമ്മളൊന്ന് ചുറ്റിയെടുത്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞു കാർഡ്ബോർഡ് പീസും കൂടി കട്ട് ചെയ്തിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒരേ നൂല് തന്നെ വെച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ചെയ്തെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ ഇതുപോലെ നമ്മളൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ലോക്ക് പോലെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ ഒരു കാർഡ്ബോർഡ് പീസാണ് നമുക്ക് ഉള്ളിലൂടെ ആ മഹാഗണീൻ്റെ കായൻ്റെ ബാക്ക് സൈഡിലൂടെ ഇറക്കിയിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു ത്രെഡും അതുപോലെ തന്നെ ആ ഒരു കാർഡ്ബോർഡിൻ്റെ പീസും ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി മഹാഗണീൻ്റെ ആ ഒരു അറ്റം ഭാഗത്ത് ഇതുപോലെ നമ്മളൊരു ഗ്ലൂ ഗണ്ണ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിലൂടെ കാർഡ്ബോർഡിൻ്റെ ആ ഒരു ലോക്ക് ഇറക്കി കൊടുത്തിട്ടൊന്ന് ടൈറ്റായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള ഒരു നമുക്കത് തൂക്കി ഹാങ്ങിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് റെഡിയായി കിട്ടും. അപ്പോൾ വേറെ വൃത്തികേടോ കാര്യങ്ങളൊന്നുമില്ല, നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ നമ്മളെല്ലാം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു കുഴിയും കൂടി അടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ആ ഒരു കുഴി അവിടെ ഇല്ലാതിരിക്കുമ്പോഴാണ് ഒരു നീറ്റായിട്ടുള്ള ലുക്ക് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അത് അടക്കാന്നുള്ളൊരു ഉദ്ദേശം കൂടി ഈ ഒരു കാർഡ്ബോർഡ് കൊണ്ട് നമ്മൾ ചെയ്തെടുത്തതിന് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ ഇതുപോലെയാണ് അത് നമുക്ക് കിട്ടിയിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ എല്ലാം ചെയ്തെടുത്തു. കുറച്ച് മെനക്കെട്ട പരിപാടിയാണെങ്കിൽ കൂടിയും ഭയങ്കര സന്തോഷം തരുന്ന ഒരു പരിപാടിയായിരുന്നു കേട്ടോ. ഇനി നേരത്തെ നമ്മൾ കളർ ചെയ്തിട്ട് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുള്ള ടേബിൾ മാറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ഡിസൈൻ അല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഈ ഒരു മഹാഗണീൻ്റെ കായ ഓരോന്നോരോന്നായിട്ട് ഒന്ന് ഓർഡറിലനുസരിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ ആയിട്ട് ഞാൻ ചെറിയൊരു കുറച്ച് വലിയൊരു ബീഡ്സും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു നല്ല നീറ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കെട്ടി സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ നീറ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. കാരണം ഒരുപാട് കെട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്നതിൻ്റെ ഫിനിഷിങ് പോവാതിരിക്കാൻ മാക്സിമം നോക്കണം. അപ്പോൾ എല്ലാം ഒരേ ഒരു ഓർഡറിൽ എത്രാമത്തെ ഗ്യാപ്പ് ഇട്ടിട്ടാണോ നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ എല്ലാം ഒരേ ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ ഫില്ല് ചെയ്ത് കെട്ടിയെടുക്കാൻ വേണ്ടി നോക്കണം. ഇതൊക്കെയാണ് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ നമ്മളെല്ലാം ജോയിൻ ചെയ്ത് കൊടുത്തു. ഇവിടെ ഞാൻ ചെറിയൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഒരു മഹാഗണീൻ്റെ കായൻ്റെ ഉള്ളിലത്തെ അതിൻ്റെ സൈസ് വലിയത് ചെറുത് എന്നുള്ള രീതിയിൽ രണ്ട് വശത്തും ഒരേപോലെ കിട്ടുന്ന രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയും കൂടി ചെയ്താൽ മാത്രമേ രണ്ട് വശവും ഒരേപോലെ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല കിടിലൻ ലുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. ചുമ്മാ കത്തിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായ മഹാഗണീൻ്റെ കായും അതുപോലെ തന്നെ വെറുതെ വേസ്റ്റിലിട്ടിട്ടുണ്ടായ ആ ഒരു ടേബിൾ മാറ്റൊക്കെ വെച്ചിട്ട് നമ്മളൊരു കിഡിലൻ ഡ്രീം ക്യാച്ചർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു ഡ്രീം ക്യാച്ചറിൻ്റെ ലുക്ക് കണ്ടോ, എന്തൊരു ഭംഗിയല്ലേ. ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചുമ്മാ കളയുന്ന ഐറ്റംസ് അല്ലേ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇനിയും വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ക്രിയേറ്റീവായിട്ടുള്ള കിഡിലിനായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഇഷ്ടമാണെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവരും സേഫ് ആയിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു. ടേക്ക് കെയർ.